ഈ ഒരു മൂകാംബിക യാത്രയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകതയുണ്ട്. ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് വഴിതെളിഞ്ഞതും തീരുമാനങ്ങളായതും ഇവിടെ വരെ എത്തിയതും. ഷാർജയിൽ നിന്ന് നേരെ മംഗലാപുരത്തേക്കാണ് വന്നത്. എയർപോർട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ കർണാടകയിലെ പ്രധാന സാംസ്കാരിക പൈതൃകങ്ങളുടെ അടയാളപ്പെടുത്തലുകളാണ് കണ്ടത്. ഓണക്കാലത്ത് ചതയം ദിനത്തിൽ നടക്കുന്ന കേരളത്തിലെ പുലികളി പോലെ തന്നെ പ്രശസ്തമാണ് കർണാടകയിലെ പുലികളിയും. മംഗലാപുരത്ത് നവരാത്രി കാലത്ത് ദസറ ആഘോഷങ്ങളുടെ ഭാഗമായാണ് പുലി ഇറങ്ങാറെങ്കിൽ ഉടുപ്പിയിലും മറ്റും ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷത്തിനാണ് പുലിവേഷം ഇറങ്ങാറ്. ഇവിടെ എയർപോർട്ടിൻ്റെ എറൈവൽ ലോഞ്ചിൽ തന്നെ പല ഭാവത്തിലുള്ള പുലിവേഷങ്ങളുടെ ഫൈബർ ഗ്ലാസിലും സ്റ്റീലിലും തീർത്ത ശില്പം കാണാം. ചുവരുകളിലാവട്ടെ ചില മിനിയേച്ചർ പെയിൻറ്റിങ്ങുകൾ. ചരിത്രാന്വേഷകരുടെയും വാസ്തുവിദ്യയിൽ താൽപ്പര്യമുള്ളവരുടെയും പ്രിയപ്പെട്ട മൂഡബിദ്രിയിലെയും ശ്രാവണബലകളിലെയും ജൈന മഠങ്ങളിലെ ചിത്രങ്ങളെയാണ് ഈ മിനിയേച്ചർ ചിത്രങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. കർണാടകയിൽ പ്രചാരത്തിലുള്ള ജനപ്രിയ കലാരൂപമായ യക്ഷഗാനത്തിൻ്റെ പലതരത്തിലുള്ള കിരീടങ്ങളും യക്ഷഗാന വേഷധാരികളായ ശില്പങ്ങളും ഒക്കെ ഒരു മ്യൂസിയത്തിൽ എന്നോണം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൊയ്ത്തുകാലത്തോടനുബന്ധിച്ച് കർണാടകയിൽ നടത്തിവരുന്ന കമ്പാല എന്നറിയപ്പെടുന്ന പ്രശസ്തമായ ബഫലോ റേസിൻ്റെ ശില്പവും ഉണ്ട്. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് എയർപോർട്ടിലെ ഫോർമാലിറ്റീസ് എല്ലാം തീർത്ത് പുറത്തേക്കിറങ്ങി ഒരു കോഫിയൊക്കെ കുടിച്ച് റീഫ്രഷ്ഡ് ആയ ശേഷം വീണ്ടും യാത്ര തുടർന്നു. മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാവിലെ 8:15 മുരുഡേശ്വർ എക്സ്പ്രസ്സിൽ ബൈന്ദൂർ വരെ എത്തി. അവിടെ നിന്ന് ഓട്ടോയിൽ കൊല്ലൂർ വരെയും. സാധാരണ 3 മണിക്കൂറാണ് മംഗലാപുരത്ത് നിന്ന് കൊല്ലൂരേക്കുള്ള യാത്ര. എങ്കിലും മഴയും മറ്റു പല കാരണങ്ങളും കൊണ്ട് കൊല്ലൂരെത്തിയപ്പോഴേക്കും ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞിരുന്നു. ഗൾഫിലെ കൊടും ചൂടിൽ നിന്ന് നാട്ടിൽ വന്നിറങ്ങുമ്പോൾ കോരിച്ചൊരിയുന്ന മഴയാണ് ഞങ്ങളെ സ്വാഗതം ചെയ്തത്. ട്രെയിനിലും വലിയ തിരക്കൊന്നുമില്ലാതിരുന്നത് കൊണ്ട് മഴക്കാല കാഴ്ചകളൊക്കെ കണ്ട് സമാധാനപരമായ യാത്രയായിരുന്നു. യമുന വിഹാർ ലോഡ്ജിൽ ഓൺലൈനായി റൂം ബുക്ക് ചെയ്തിരുന്നതുകൊണ്ട് അവിടെ എത്തിയപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി. വൈകിട്ട് ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചു. ഇനി ഈ യാത്രയുടെ പ്രത്യേകതയെക്കുറിച്ച് പറയാം. 10-18 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു വേദിയിൽ ഭരതനാട്യം അവതരിപ്പിക്കാൻ പോകുന്നു എന്നതാണ് ആ പ്രത്യേകത. സകല കലകളുടെയും ദേവതയായ ശ്രീ മൂകാംബികാദേവി സന്നിധിയിലാകുമ്പോൾ അതിന് സന്തോഷം കുറച്ച് കൂടും. നൃത്തത്തിനോട് കുട്ടിക്കാലം മുതലുള്ള ഇഷ്ടത്തിൽ ലവലേശം പോലും കുറവ് വന്നിട്ടില്ലാതിരുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ വീണ്ടും ഇതിലേക്ക് വന്നത്. ഇതൊക്കെ ഇങ്ങനെ ഇവിടെ വരെ എത്താൻ കാരണം നൃത്തത്തെ വളരെയധികം ഗൗരവത്തോടെയും പാഷനേറ്റായും കാണുന്ന ഒരു കലാമണ്ഡലംകാരിയെ കണ്ടുമുട്ടിയതാണ്. ഇതാണ് വളരെ ഗൗരവത്തോടെയും അച്ചടക്കത്തോടെയും അർപ്പണബോധത്തോടെയും കലയെ കൈകാര്യം ചെയ്യുന്ന ആ കലാമണ്ഡലംകാരി, എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥ നീതു പ്രകാശ്. വൈകിട്ട് 6 മണിക്കാണ് ഞങ്ങളുടെ പരിപാടിയെങ്കിലും കുറേ പേരുള്ളതുകൊണ്ട് രാവിലെ 9 മണിക്ക് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങി. റെഡിയായിക്കഴിഞ്ഞ് മഴ കുറച്ച് മാറിയ സമയം നോക്കി ഫോട്ടോകളൊക്കെ എടുത്തു. ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു. സരസ്വതി മണ്ഡപത്തിൽ വെച്ച് തന്നെ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ ആദ്യ ചുവടുകൾ വെച്ചു. കൃത്യം 6 മണിക്ക് തന്നെ പരിപാടി തുടങ്ങി. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. താത്തയ്യ തീത കളങ്കുതും തദിഗിണതും തദണതും ദണ തജണു ജണു ധിമി തതും തനകിത തധിമി ധിമി കിത താതൈ തത്തതാ
जणु धिमि ततों तनकिट तधिमि धिमि किट तादै ततता तदिगिणतुं तदणदन्दन तजणु जणु धिमि ततुं तनकिट तधिमि धिमि किट ताति ततता नामं சொல்லி ஆழ்கடல் தாண்டி ராட்சசி छायाग्रहिയെ வழியிலே கொண்டு ராஜசேவகி இலங்கையில் வந்து ராஜவீதியில் சென்றதா. മനസ്സു നിറഞ്ഞ അനുഭവങ്ങളും മറക്കാനാവാത്ത ഒരു പിടി നല്ല ഓർമ്മകളുമായി മൂകാംബികാദേവി സന്നിധിയിൽ നിന്ന് മടങ്ങുന്നതിനു മുൻപേ ഒരിക്കൽ കൂടി രാവിലെ ക്ഷേത്രത്തിൽ പോയി. നല്ല മഴയായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു തരം കുളിർമയും സന്തോഷവും ശാന്തതയുമായിരുന്നു മനസ്സിൽ. കർണാടകയിലെ 7 മുക്തിസ്ഥലങ്ങളിൽ ഒന്നാണ് ശ്രീ മൂകാംബികാദേവി ക്ഷേത്രം. സൗവർണിക നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ശ്രീ മൂകാംബികാദേവിയെ ജ്യോതിർലിംഗത്തിൻ്റെ രൂപത്തിൽ ആരാധിക്കുന്നു. ശിവന്റെയും ശക്തിയുടെയും ഏകീകരണമായി കരുതപ്പെടുന്നതിനോടൊപ്പം അറിവ്, ശക്തി, ധൈര്യം എന്നിവയുടെ പ്രതീകമായും ദേവിയെ ആരാധിക്കുന്നു. ആദി ശങ്കരാചാര്യർ തപസ്സു ചെയ്യാനായി ഇവിടെ സന്ദർശിച്ചതായും മൂകാംബികാദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചതായും വിശ്വസിക്കപ്പെടുന്നു. മഹാകാളിയുടെയും മഹാലക്ഷ്മിയുടെയും മഹാസരസ്വതിയുടെയും സമന്വയമായ ആദിപരാശക്തിയായാണ് മൂകാംബികാദേവിയെ ആരാധിക്കുന്നത്. ആ മഴയത്ത് തൊഴുതു മടങ്ങുമ്പോൾ അതൊന്നും വകവയ്ക്കാതെ രാവിലെ നേരത്തെ തന്നെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. കോഫി ഷോപ്പ് നടത്തുന്ന നിശ്ചിതയും കൂട്ടുകാരിയും, അതുപോലെ പൂക്കൾ വിൽക്കുന്ന പ്രേമക്കയും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ കടകളിലെ സ്ഥിരം സന്ദർശകരായിരുന്നു ഞങ്ങൾ. യമുന വിഹാറിലെ ഫോർമാലിറ്റീസ് എല്ലാം തീർത്ത് നല്ല റൂം സർവീസിന് പ്രത്യേകം നന്ദിയൊക്കെ പറഞ്ഞ് വേഗം തന്നെ ഇറങ്ങി. മടക്കയാത്രയ്ക്ക് ആശംസകൾ നേർന്ന് പൂവൊക്കെ തന്ന് പ്രേമക്കയും യാത്രയാക്കി. അങ്ങനെ 3-ാം ദിവസം നിറഞ്ഞ മനസ്സോടെ മൂകാംബികയിൽ നിന്ന് മടങ്ങുകയാണ്. മറ്റൊരു യാത്രാവിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം.